8. അപ്പോൾ ഈ 8 ഞാനിവിടെ കട്ട് ചെയ്യാം. 3936 ഏതായിരിക്കും? 6. ആ 8ന് ശേഷം ആ 6 എഴുതിക്കോളൂ. 9542 എഴുതിക്കോളൂ. 1618 2351 2 6769 9. ഇത് കംപ്ലീറ്റ്ലി സുമി മാമിൻ്റെ ഒരു ചോയ്സ് ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. ഐ ഹാവ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് യു, അല്ലേ? ഇൻ കേസ് ഈ 8ന്റെ പൊസിഷനിൽ 9 ആയിരുന്നു ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി എ ഡിഫറെന്റ് നമ്പർ. കറക്റ്റ്? വി കൻ ഡു ഇറ്റ് വൺ മോർ ടൈം. 579. വിച്ച് നമ്പർ യു വിൽ ചൂസ്? 579. 579 ഏത് നമ്പർ ആയിരിക്കും ചൂസ് ചെയ്യും? 7. ആ 8ന്റെ താഴെ എഴുതിക്കോളൂ. 393 3 942 write it. 618 6. Oh, I thought you would choose 1. 351 5. 676 7. One more time. Okay. 59 5 93 92 18 31 66. ചോയ്സ് ചെയ്തതിൻ്റെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം we can write 6. ഇനി ലെഫ്റ്റ് ഔട്ട് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് ഞാനൊന്ന് പറയാം. അതായത് താഴെ എഴുതിക്കോളൂ. 9 9 2 8 1 6. ഇത്രയും ചോയ്സുകൾ കംപ്ലീറ്റ്ലി സുമി മാമിൻ്റെതായിരുന്നല്ലോ. ലെഫ്റ്റ് ഔട്ട് നമ്പേഴ്സ് വന്നത് മാം ചൂസ് ചെയ്തതിൻ്റെ ബാലൻസ് ആണ്, അല്ലേ? ഓക്കെ. ഇത്രയും കംപ്ലീറ്റ്ലി സുമി മാമിൻ്റെ ചോയ്സ് ആയിരുന്നല്ലോ, അല്ലേ? കറക്റ്റ്. ഇത്രയും ചൂസ് ചെയ്തതിൽ നിന്ന് സുമി മാമിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പറയട്ടെ. ഞാനിവിടെ വന്നപ്പോൾ മനസ്സിൽ അത് കുഴപ്പമില്ല. ഞാനിവിടെ വന്നപ്പോൾ മനസ്സിൽ ഇഷ്ടമുള്ള ഒരാളെ വിചാരിക്കാൻ പറഞ്ഞിരുന്നു, അല്ലേ? അതായത് ഒരു സെലിബ്രിറ്റീനെ വിചാരിക്കാൻ പറഞ്ഞിരുന്നു. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ യു ആർ മോർ ഓഫ് എ ക്രിയേറ്റീവ് പേഴ്സൺ. യു ലൈക്ക് സ്പോർട്സിനേക്കാൾ കൂടുതൽ ആർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. യെസ് ഓർ നോ? ഓൺ മൈ യെസ്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞപ്പോൾ താങ്കൾ മനസ്സിൽ വിചാരിക്കാൻ സാധ്യതയുള്ളത് ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്, അല്ലേ? ആൻഡ് ഇമാജിൻ ബാക്ക് സൈഡിലേക്ക് നോക്കുക. അതൊരു മൂവി സ്ക്രീനാണെന്ന് വിചാരിക്കാം. അവിടെ ഇദ്ദേഹത്തിൻ്റെ പിക്ചർ, ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് ഏകദേശം?